റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. और താങ്ക് യു ഹോളി സ്പിരിറ്റ്. मैं विश्वास करता हूं कि आप सब लोग बिल्कुल तैयार हैं. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രി ഒരാൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യണോ, നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. यदि आप मसीही सेवकाई प्रभावशाली तरीके से करना चाहते हैं तो पवित्र आत्मा की मदद से ही हो पाएगा. നിങ്ങൾക്ക് നിത്യത വരെ നിങ്ങൾക്ക് ചെന്നെത്തണോ, നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. यदि आप अनंत जीवन तक पहुंचना चाहते हैं पवित्र आत्मा ही हमें तैयार करता है. നിങ്ങൾക്ക് ഈ തലമുറയിൽ യേശുവിന്റെ സാക്ഷിയാകണോ, പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരും. और आपकी पीढ़ी में आप यदि मसीह की गवाही बनना चाहते हैं, गवाह बनना चाहते हैं तो पवित्र आत्मा की जरूरत है. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമ്മൾക്ക് യേശുവിനെ ഉയർത്താൻ പോലും സാധിക്കില്ല. पवित्र आत्मा के बगैर हम यीशु को बड़ाई तक नहीं दे पाएंगे. എനിക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. और पिछले 10 दिन से आप इस पवित्र आत्मा के बारे में सीखते आ रहे हैं. പക്ഷെ ഒരിക്കലും ഒരു പാസ്റ്റർക്കോ ഒരു യൂണിവേഴ്സിറ്റിക്കോ എൻ്റെ വേൾഡിനോ ഡിസ്ക്രൈബ് ചെയ്താൽ തീരാൻ പറ്റാത്തതുപോലെ ഉള്ളതാണ് ഹിയർ ഹോളി സ്പിരിറ്റ്. लेकिन पवित्र आत्मा एक ऐसा शख्स है, एक ऐसा विषय है जिसे कोई भी विश्वविद्यालय, कोई भी मनुष्य, कोई भी बड़ा तत्व शास्त्री भी सीख कर पूरा नहीं कर सकता. എത്ര ബ്യൂട്ടിഫുൾ ഒരു കാര്യമാണ്, വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഒരാളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. और इतने सुंदरतम व्यक्ति के बारे में हम सीख रहे हैं. ഹല്ലേലൂയ. നമ്മൾക്ക് ചില കാര്യങ്ങളെ ദൈവവചനത്തിൽ കൂടെ നോക്കിക്കൊണ്ട് മുമ്പിലോട്ട് വരാം. आइए हम कुछ चीजों को प्रभु के वचन में से देखेंगे. ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. प्रेरितों के काम उसका पहला अध्याय 8वां पद. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാമോ? ഹിന്ദിയിൽ, ഇംഗ്ലീഷിലോ വായിക്കാമെങ്കിൽ വായിച്ചാട്ടെ. यदि कोई पढ़ने में मदद कर सकता है अंग्रेजी या हिंदी में तो कीजिएगा. हालेलुया. परंतु जब पवित्र आत्मा तुम पर आएगा तो तुम सामर्थ्य पाओगे और यरूशलेम और सारे यहूदिया और सामरिया और पृथ्वी की छोर तक मेरे गवाह होंगे. ഞാൻ അതിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാം, ആംപ്ലിഫൈഡ് വേർഷൻ വായിക്കാം. मैं एक अंग्रेजी अनुवाद जो खुलकर लिखता है उसको बताना चाहूंगा मैं. But you shall receive power, ability, efficiency and might when the Holy Spirit has come upon you, and you shall be my witness in Jerusalem and all Judea and all Samaria and to the ends very bounds of the earth. അവിടെ പറഞ്ഞേക്കുന്ന വേർഡ് ഇപ്രകാരമാ, ബട്ട് യു ഷാൽ റിസീവ് പവർ. പവർ എന്നുള്ളതിന് ആംപ്ലിഫൈഡ് വേർഷൻ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന, എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്ന 3 കാര്യങ്ങളുണ്ട്. यहाँ पे पवित्र आत्मा को पाते ही जब हम सामर्थ्य पाएंगे तो सामर्थ्य शब्द को एम्प्लीफाइड अनुवाद कुछ और शब्दों के द्वारा उसके परिभाषा को बताता है. പവർ എന്നുള്ള വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന അതിന്റെ റൂട്ട് ലാംഗ്വേജിൽ നിന്ന് എടുത്തെഴുതിയേക്കുന്ന ഒന്ന് എബിലിറ്റി. जो सामर्थ्य है उसकी परिभाषा बताने के लिए मूल भाषा से एक शब्द बताया गया है और वो शब्द है योग्यता. നിങ്ങളുടെ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ എത്ര എബിലിറ്റികളും കഴിവുകളും ഒന്നുമില്ലെങ്കിലും നമ്മുടെ ലൈഫ് പരിശുദ്ധാത്മാവിന് വേണ്ടി സറണ്ടർ ചെയ്താൽ ഹി വിൽ ഗിവ് ദ എബിലിറ്റി. അവൻ നമുക്ക് ആ എബിലിറ്റി നമ്മളെ സജ്ജരാണ്. हमारी जिंदगी में चाहे कोई भी योग्यता न हो,
हम बिल्कुल भी लायक न भी हो, लेकिन परमेश्वर पवित्र आत्मा हमको योग्यता, वो निपुणता प्रदान करता है। നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, യേശു കർത്താവിന്റെ ശിഷ്യന്മാര് പലരും എബിലിറ്റി ഉള്ളവരല്ലായിരുന്നു, അല്ലെങ്കിൽ സമൂഹം റിജക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. आप देखिएगा यीशु मसीह के जो चेले थे, उनमें कोई भी ऐसा नहीं था जो योग्य था। उनको तो समाज ने ठुकरा भी दिया था। അവര് പല ഏരിയകളിൽ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. अपने जीवन के कई क्षेत्रों में हारे हुए लोग थे वो। ഇവൻ ഷിമോൻ പത്രോസിനെയും അന്ത്രയോസിനെയും കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട് പല മീറ്റിങ്ങുകളിലും ഒക്കെ. शमौन पतरस और अंद्रियास के बारे में भी मैंने काफी अच्छे तरीके से वर्णन मैंने दिया है അവര് लोगों को। 13-ാമത്തെ വയസ്സിൽ റിലീജിയസ്ലി ഫെയിൽഡ് ആയി. 13 साल की उम्र में धर्म के मामले में वो फेल हो गए थे, पराजित हो गए थे। രണ്ടാമത് അവരുടെ അപ്പന്റെ കുലത്തൊഴിലിൽ അവര് പല ദിവസങ്ങളിൽ രാത്രികളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ മീൻ പിടുത്തത്തിൽ. और दूसरा जो उनका पुश्तैनी धंधा था, मछली पकड़ना, उसमें भी वो हार चुके थे। ആ ആ പത്രോസിന്റെ ലൈഫിൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ യേശു കർത്താവിനെ വരെ താൻ ഇട്ടിട്ട് പോയിട്ടുണ്ട്. और इतना ही नहीं है, पवित्र आत्मा के आने से पहले का वाकया देखिएगा, यीशु मसीह तक को छोड़ के चले गए। യേശു കർത്താവിനെ ഉറ്റുകൊടുത്തിട്ടുണ്ട്, യേശു കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. यीशु मसीह का इनकार कर दिया। അല്ലേ? തന്റെ ശിഷ്യന്മാരെ, കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെ പിന്മാറ്റത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയ ഒരു മെയിൻ ലീഡറാണ് പത്രോസ്. और हमें यह भी पता है, यीशु के कई चेलों को वापस सेवा छोड़कर जाने में उकसाने वाला एक लीडर ये पतरस था। എബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് പോസിറ്റീവ് അല്ലായിരുന്നു, അത് നെഗറ്റീവ് ആയിരുന്നു. योग्यता थी लेकिन सकारात्मक नहीं थी, एक नकारात्मक गलत योग्यता भर बैठा था। പക്ഷേ ഒരിക്കൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഈ വാക്ക് യേശു പറയുന്നത് കേട്ടുകൊണ്ട് താൻ കാത്തിരുന്നു. लेकिन मरकुस के उस दूसरे मंजिल पर यीशु मसीह के कहे इन शब्दों को उसने भी सुना। എബിലിറ്റി ഇല്ലാത്ത, കഴിവില്ലാത്ത പത്രോസിന്റെ മീതെ മറ്റൊരു വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പത്രോസിന്റെ ലൈഫിനെ ഭയങ്കര ഏബിളാക്കി. जिसकी जिंदगी में कोई योग्यता नहीं थी, कुछ भी दिखाने को कोई भी निपुणता नहीं थी, जब उसमें एक और व्यक्ति उतर कर आया तो वही व्यक्ति योग्य बन गया। ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ലൈഫിന്റെ മീതെയും ഈ കർത്താവ് ഒന്ന് ഇറങ്ങി വന്നാൽ നിങ്ങളെ പിടിച്ചു പുറകിലോട്ട് വലിക്കുന്ന പലതും നിങ്ങൾക്ക് ഭാരമില്ലാത്തതായി തീരും. നിങ്ങൾ മുമ്പിലോട്ട് പോകാൻ ഒരു ഊർജം കിട്ടും. आपके पास भी यदि यही व्यक्ति जब उतर कर आता है तो आपको बोझ लगने वाली कितनी ही चीजें हैं वो हल्की लगने लग जाएंगी, आप आसानी से आगे बढ़ पाएंगे। ഒന്നാമത്തെ കാര്യം, എബിലിറ്റി കർത്താവ് നിങ്ങളുടെ മീതെ തരട്ടെ. तो पहली बात, परमेश्वर अपनी योग्यता हमें देने पाए। ദയവായിട്ട് നിങ്ങൾ എഴുതി വെച്ചാട്ടെ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. आप इसे लिख सकते हैं, जो सामर्थ्य की परिभाषा बता रहे हैं हम आपको। ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി എന്ന് പറഞ്ഞേക്കുന്ന വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് എബിലിറ്റി തരും. जहां पर लिखा है कि पवित्र आत्मा की सामर्थ्य मिलेगी, तो उसका मतलब नंबर 1 ये है कि वो योग्यता देगा। എവിടെ നിന്നുള്ള എബിലിറ്റി തരും? कहां से देगा वो योग्यता? किस बात की योग्यता? ഉയരത്തിലെ ദൈവത്തിന്റെ എബിലിറ്റി നിങ്ങളുടെ മേൽ തരും. परमेश्वर जो सर्वोच्च है उसकी योग्यता वो हमको देता है। ഹോളി സ്പിരിറ്റ് പ്രാപിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ അകത്ത് ഇപ്പോൾ ദൈവം എബിലിറ്റിയെ എനേബിൾ ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ നൗ. जब आप कहते हैं कि मैंने आत्मा को पा लिया है, तो परमेश्वर ऐसा भी होने दे कि इसी समय आपके अंदर योग्यता। നിങ്ങൾ അവിടെ ഇരുന്നോണ്ടൊന്ന് സംസാരിച്ചേ, ഹോളി സ്പിരിറ്റിനോട് സംസാരിച്ചേ, ഹോളി സ്പിരിറ്റിനോട് സംസാരിച്ചേ. ഇപ്പോൾ തന്നെ ഒന്ന് अपनी जगह पर बैठे बैठे पवित्र आत्मा से बात करना शुरू करें। आपको वो अपनी सामर्थ्य से, योग्यता से भरने पाए। बोलना शुरू करें सब लोग। പരാജയപ്പെട്ട
പീറ്ററിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെയും ഈ തലമുറയിൽ ഉപയോഗിക്കാൻ പറ്റും. हार चुके, पराजित हो മത്തിരി चुके പ്രഭുഷി पतरस को ഖബരി जिसको ജിയാ उपयोग സനെ करना ധനെ था, आपको ലമന भी वो സെക്കി योग्यता റിവിയ देने के लिए സാറ്റ്. काबिल है। സംസാരിച്ച് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച്, ഒന്ന് സംസാരിച്ച്, सब लोग പരിശുദ്ധാത്മാവിനോട് सब സംസാരിച്ച്. से बात करना शुरू करें, पवित्र Talk आत्मा to से him, बात talk करना शुरू करें, to him, talk to him, talk to him. You please उससे talk to Holy बातचीत करें, Spirit now. बातचीत करें। Oh, ask him to enable you. Ask him to give the ability, strength, and all the goodness from the above. You ask him. You ask him. Lamana मांगिए, sekeri मांगिए, beri पवित्र beri. आत्मा से मांगिए, वो आपको योग्यता देने पाए, ऊपर की सारी भलाइयों से वो आपको भरने पाए। मांगना शुरू करें। Oh, Jesus. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചോദിക്കുക, എബിലിറ്റി നിങ്ങളുടെ മേൽ തരട്ടെ. पहली बात आप मांगिएगा, आपको वो योग्यता देने पाए। എബിലിറ്റി. രണ്ടാമത്തേത് എഫിഷ്യൻസി. और दूसरा है वो आपको सक्षमता देता है। നിങ്ങളെ കൂടുതൽ, നിങ്ങൾക്ക് 1 മണിക്കൂറും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ 10 മണിക്കൂറും കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 1 മണിക്കൂറും കൊണ്ട് ചെയ്തെടുക്കാൻ, ഓടിയെടുക്കാൻ ദൈവം എഫിഷ്യൻസി നിങ്ങളുടെ മീതെ തരും. परमेश्वर आपको ऐसी सक्षमता दे, ऐसी निपुणता दे कि जो काम 10 घंटे में होता है वो आपको 1 घंटे में करने की योग्यता मिल जाए। ഒത്തിരി പേരുടെ ചിന്തകൾ ക്ലൗഡഡാ. कितने ही लोगों के जो विचार हैं वो आपस में ही गुंथे हुए पड़े हैं। പല പല കാര്യങ്ങൾ കൊണ്ട് മൈൻഡ് ക്ലൗഡഡാ, ഡാർക്ക് ക്ലൗഡ് കൊണ്ട് നിറഞ്ഞു നിൽക്കുക. कई बारी कई प्रकार की चिंताओं से, विचारों से मन काले बादल समान घिरा पड़ा हुआ है। പക്ഷെ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മീതെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം കൊണ്ടുവരികയല്ല, നിങ്ങളുടെ മൈൻഡ് മുഴുവനും എഫിഷ്യന്റ് ആക്കും. ഓ, ഭയങ്കര ഫോക്കസ്ഡ് ആക്കും. तो जब पवित्र आत्मा आपके ऊपर आता है तो वो रोशनी तो लेकर आता है, लेकिन उसके साथ साथ एक निपुणता भी, सक्षमता भी प्रदान करता है। ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ എഫിഷ്യൻസി നിങ്ങളുടെ മേൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. और आज रात को भी पवित्र आत्मा की वही सक्षमता मैं आपके ऊपर भेजता हूं। ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, 1 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടും ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ ദൈവം നിങ്ങളുടെ അകത്ത് എഫിഷ്യൻസി തരട്ടെ, എഫിഷ്യൻസി തരട്ടെ. इन बातों को करने के लिए सालों लग जाते हैं, अरसों लग जाते हैं, कम समय में करने की निपुणता, सक्षमता पवित्र आत्मा आपको इसी समय देने पाए। നിങ്ങൾക്ക് ആ എഫിഷ്യൻസി എന്നുള്ള വേർഡിന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. मैं आपको सक्षमता का शब्द समझाने के लिए एक उदाहरण നിങ്ങൾക്ക് बताता हूं। അത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ ഒരു പക്ഷേ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഞാനും ദേവദാസനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടോ, കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഉണ്ട്. यहाँ पर इस बात को समझाने के लिए बहुत कुछ बैकग्राउंड में बताना जरूरी है, बट ध्यान से सुनते रहिएगा। हम कोशिश करते हैं आपको समझाने की। ഇസ്രയേൽ മക്കളെ ദൈവം മിസ്രൈമിൽ ഇറക്കിക്കൊണ്ടുവരിക, അടിമത്തത്തിൽ ഇറക്കിക്കൊണ്ടുവരിക. सुनिएगा, इस्राएलियों को परमेश्वर मिस्र की बंधुआई में से निकाल रहा था। ഇറക്കിക്കൊണ്ടുവരുന്ന ആ വഴികളിലാണ് ദൈവം അവരെ 3-ാം മാസം തൊട്ടാണ് ടാബർനാക്കിൾ പഠിപ്പിക്കാൻ തുടങ്ങിയത്. और जब वहां से निकाल ले आया, निकलने के 3 महीने से मिलाप वाले तंबू के बारे में दिखाना सिखाना शुरू किया। 3-ാം മാസം തൊട്ട് ടാബർനാക്കിളിന്റെ പണി തുടങ്ങി, അല്ല 7-ാം മാസം തൊട്ട് പണി തുടങ്ങി. അടുത്ത ഏകദേശം 3-4 മാസത്തിനകം ടാബർനാക്കിളിന്റെ പണി കഴിഞ്ഞു. 7वें महीने में मिलाप वाले तंबू का काम शुरू हुआ और 3-4 महीने में वो काम उन्होंने पूरा कर लिया। നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ജനമാണ്. ये बात आप ध्यान में रखिएगा, लोगों की जो संख्या वहां पर थी कम से कम 30 लाख लोग थे। അത്രയും ജനത്തിനോട് ദൈവം സംസാരിക്കുന്നത്. इतने सारे लोगों से परमेश्वर एक साथ बात कर रहा है। ഇവര് ടാബർനാക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞത്, അതിനെ ഡെഡിക്കേറ്റ് ചെയ്തത് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിന്റെ
രണ്ടാം സംവത്സരം രണ്ടാം മാസം അല്ല, രണ്ടാം സംവത്സരം ഒന്നാം മാസത്തിൽ. और उन्होंने मिलाप वाले तंबू को तैयार करके समर्पित पता कब किया था? दूसरे നിങ്ങൾ साल के पहले महीने में. നിങ്ങൾ നോക്കിക്കോ, എക്സഡസ് ചാപ്റ്റർ 40 verse 2 നോക്കിക്കോ. आप निर्गमन 40 का 2 देखिएगा, वहां पर आप उसे देख सकते हैं. എക്സഡസ് ചാപ്റ്റർ 40 verse 2. निर्गमन 40 का 2. पहले महीने के पहले दिन को तू मिलाप वाले तंबू के निवास को खड़ा कर देना. അത് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിന്റെ രണ്ടാം സംവത്സരം പറയുന്നതാ. यहां पे मिस्र में से निकलने के दूसरे साल की बात हो रही है. ഇനി നിങ്ങൾ ഒരു കണക്ക് മേടിച്ചു, ഒരു കണക്കോടെ വായിച്ചു. സംഖ്യാപുസ്തകം 1:1 വായിച്ചു. നമ്പേഴ്സ് 1:1. अभी हम गिनती 1:1 भी पढ़ेंगे. एक और संख्या हमको वहां पर तुलना में पढ़ने को मिल सकती है. गिनती 1:1. इसराइलियों के मिस्र से निकल जाने के दूसरे वर्ष के दूसरे महीने के पहले दिन को यहोवा ने सीने के जंगल में मिलाप वाले तंबू में मूसा से कहा. രണ്ടാം വാക്യം കൂടെ വായിച്ചോട്ടെ പാസ്റ്ററെ. इसराइलियों की सारी मंडली के कुलों और पितरों के घरानों के अनुसार एक एक पुरुष की गिनती नाम ले लेकर करना. നോക്കിക്കേ, ഒന്നാം മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിന്റെ രണ്ടാം വർഷം ഒന്നാം മാസം അവർ സമാഗമന കൂടാരം നിവർത്തി. यहां पर देखिएगा, जब वो मिस्र से निकलने के दूसरे साल के पहले महीने तक उन्होंने मिलाप वाले तंबू को तैयार कर लिया था. രണ്ടാം മാസം എത്തിയപ്പോൾ ദൈവം പറഞ്ഞു 30 ലക്ഷം പേരുടെ കണക്കെടുക്കണമെന്ന്. और उसी साल के दूसरे महीने में परमेश्वर कह रहा है कि 30 लाख लोगों की जनगणना करनी है. എന്നാ പറയുന്നത്? രണ്ടാം മാസം 1-ാം തീയതി. कब कहता है वो? दूसरे महीने के पहली तारीख को. നിങ്ങൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ച്, 54-ാം വാക്യം ഒന്ന് വായിച്ച്. और अब हम गिनती का 54वां अंतिम पद देखेंगे. जो आज्ञाएं यहोवा ने मूसा को दी थी, इसराइलियों ने उन्हीं के अनुसार किया. ദൈവം പറഞ്ഞതെല്ലാം ചെയ്തു. ഇനി നിങ്ങൾ ഒരു കണക്ക് പറ. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് അവരുടെ മേഘം പൊങ്ങുന്നത് എത്രാം തീയതിയാണെന്ന് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. गिनती 10वें अध्याय के अंदर हम देख सकते हैं कि उस मिलाप वाले तंबू के बनने के बाद बादल कौन से दिन में वहां से उठता है. 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. उसके गिनती 10 के 11वें पद में आप देख सकते हैं, दूसरे वर्ष के दूसरे महीने के 20वें दिन को साक्षी के निवास पर से बादल उठ गया. എത്രാം തീയതിയാ ദൈവം പറഞ്ഞത്? രണ്ടാം സംവത്സരം രണ്ടാം മാസം 1-ാം തീയതി ദൈവം പറഞ്ഞു എണ്ണമെടുക്കണം. दूसरे साल के दूसरे महीने के पहली तारीख को कहा था कि गिनना शुरू करना है. എത്ര ദിവസം എടുത്തു എണ്ണമെടുക്കാൻ? और उनको गिनने में कितना समय लगा? വെറും 20 ഡേയ്സും കൊണ്ട് 30 लाख ആൾക്കാരുടെ എണ്ണം എടുത്തു. केवल 20 दिन के अंदर उन्होंने 30 लाख लोगों की गिनती ले ली. ഇതിനോടകം അവരെ ദൈവം പല ചട്ടങ്ങളും പ്രമാണങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു. और उसके बीच में परमेश्वर ने दूसरे भी नियम कानून विधियां भी सिखाता रहा. ഇതെങ്ങനെ സംഭവിച്ചു? ये हुआ कैसे? ഹോളി സ്പിരിറ്റ് പ്രസൻസ് ഓഫ് ഗോഡ് നിന്റെ മീതെ ഉണ്ടെങ്കിൽ നിന്റെ എഫിഷ്യൻസി വർദ്ധിക്കും. परमेश्वर की उपस्थिति जब आपके अंदर है तो आपकी सक्षमता, निपुणता. 30 ലക്ഷം പേരുടെ കണക്കെടുക്കാൻ നമുക്ക് എത്ര ദിവസം വേണ്ടി വരും? आप बताइए, 30 लाख लोगों को गिनने में हमें कितना टाइम लगेगा? ഒരു ദിവസം എത്ര പേരുടെ കണക്കെടുക്കാൻ പറ്റും? एक दिन में कितने लोगों को गिन सकते हो?
ഞാന് ദൈവത്തിന്റെ കൃപയാൽ പക്ഷെ ഒരു 6000, 7000 അല്ലെങ്കിൽ 8000 പേരുടെ മീറ്റിംഗ് വരെ ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. 8000 ആൾക്കാരുടെ മീറ്റിംഗ് വരെ ഒരുമിച്ച് मैंने വൺ ഷോട്ട്. या प्रभु के अनुग्रह से मैंने वर्कशॉप किया है जहां पर 8000 लोगों तक को मैंने संभाला है. ഓരോ വർഷവും ഒരു 3000 ആൾക്കാരുടെ മീറ്റിംഗ് ഒരു ദിവസം കോർഡിനേറ്റ് ചെയ്യുമായിരുന്നു. और हर साल में एक दिन जब भी मीटिंग वो होती थी तो एक दिन में 3000 की तादाद को संख्या को मैंने संभाला है. ഈ 3000 ആൾക്കാരുടെ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ മിനിമം 3 months 4 monthsലെ ഹാർഡ് വർക്കാണ്. ये 3000 लोगों की मीटिंगों को करने के लिए 3, 3.5, 4 महीने का परिश्रम लगता है. ഇത് 3000 അല്ല, 30,000 അല്ല, 3 lakh അല്ല, 30 lakh. 30 lakh. लेकिन यहां पर संख्या देखिएगा 3000, 30,000 या 3 लाख नहीं है, 30 लाख लोग हैं. അതിനകത്തുനിന്ന് 20 വയസ്സ് തൊട്ട് മുകളിലോട്ട് പ്രായമുള്ള യുദ്ധസന്നദ്ധരായവരെ മാത്രം എണ്ണണം. और इतना ही नहीं है, गिनती उनकी करनी है जो 20 साल से ऊपर के हैं और युद्ध करने में सक्षम हैं. എങ്ങനെ ഇത് പോസിബിൾ ആവും? कैसे संभव होगा भाई ये? ഓ ജീസസ്, നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെ പോസിബിൾ ആകും? आप समझ पा रहे हैं मुझे मेरी बातें? कैसे हो पाएगा ये? 100 പേരുള്ള 1000 പേരുള്ള ഒരു ചർച്ചിലെ പാസ്റ്ററോട് ചോദിച്ചാൽ മതി, ആ ഒരു 2-3 മണിക്കൂർ മീറ്റിംഗ് നടത്തണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടായിരിക്കും. 100 लोग जहां कलीसिया में आते हैं वहां के पादरी को पूछकर देखना रविवार के 2 घंटे की मीटिंग चलाने में कितनी मेहनत करनी पड़ती है. 30 lakh. നിങ്ങളെ മനസ്സിലത് കിടക്കട്ടെ. 30 lakh. मन में How it's छाप possible? लीजिए, 30 लाख लोग. कैसे हो पाया ये? ഞാൻ ഈ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേലിൽ പരിശുദ്ധാത്മാവ് ആ എബിലിറ്റി റിലീസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. जब मैं ये कह रहा हूं, मेरी प्रार्थना साथ में यही है कि इसी वक्त कईयों को एक ऐसी निपुणता मिलने पाए. എഫിഷ്യൻസി റിസീവ് ചെയ്താട്ടെ. എഫിഷ്യൻസി, प्राप्त करें എഫിഷ്യൻസി, എഫിഷ്യൻസി, എഫിഷ്യൻസി. നിങ്ങൾ മൾട്ടി ടാലന്റ് ചെയ്യുമ്പോഴും മൾട്ടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും there is no mistakes, everything will be proper and excellent. एक साथ कई सारी बातें भी आप क्यों न करें, बिना गलती के पूरी सिद्धता के साथ आप कर पाएंगे. ഇന്ന് രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവിൽ ചെയ്യാം, അല്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൂടെ ചെയ്യാം. आपके ऊपर ये है, आप चुन सकते हैं खुद की योग्यता के साथ करना चाहते हैं या पवित्र आत्मा की सक्षमता के साथ करना നമ്മുടെ चाहते हैं. മാനുഷിക കഴിവുകൾ കൊണ്ടൊക്കെ ചിലത് നമുക്ക് ചെയ്യാൻ പറ്റും. हम अपनी खुद की ताकत से भी थोड़ा बहुत कर सकते हैं. പക്ഷെ അതിന്റെ അപ്പുറം എഫിഷ്യൻസി ഇപ്പോൾ നിന്റെ മേൽ വെളിപ്പെടട്ടെ. बढ़कर, उस क्षमता से भी बढ़कर एक सक्षमता, पवित्र आत्मा की सक्षमता आपके ऊपर എഫിഷ്യൻസി നിന്റെ മേൽ വെളിപ്പെടട്ടെ. എഫിഷ്യൻസി വെളിപ്പെടട്ടെ. आपके ऊपर वो सक्षमता उतर कर आए. എഫിഷ്യൻസി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഹോളി സ്പിരിറ്റിന്റെ മുമ്പിൽ നാം സറണ്ടർ ചെയ്യണം. और यदि हम वो सक्षमता पाना चाहते हैं तो दोबारा सुनिएगा, पवित्र आत्मा के सामने खुद को सौंपना जरूरी है. You should be on the track of the Holy Spirit. आप पवित्र आत्मा की पटरी पर चलते रहें. Oh, come on. Open your mouth and talk to Holy Spirit now. പരിശുദ്ധാത്മാവിനോട് അല്പസമയം സംസാരിച്ചാട്ടെ. शुरू करें, पवित्र आत्मा से बातचीत നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നോണ്ട് സംസാരിച്ച്, കർത്താവ് എനിക്ക് എഫിഷ്യൻസി തരണേ. എന്റെ മൈൻഡിന്റെ ക്ലൗഡിങ് മാറട്ടെ, ഡാർക്ക് ക്ലൗഡുകൾ മാറട്ടെ. सब लोग अपने अपने कमरे में अपने अपनी जगह पर बैठकर ये मांगना शुरू करें, हे पवित्र आत्मा मुझे अपनी निपुणता दे, मुझे अपनी सक्षमता दे, मेरे अंदर के काले
भले बादलों समान विचार छंट जाए, हल्कापन आ മൾട്ടി जाए, മൾട്ടി സിസ്റ്റം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി തരട്ടെ. एक ही बार में बहुत कुछ एक साथ करने की क्षमता Kuraba वो sekerebe kabara sekerebel kararada. സംസാരിച്ച് ഹോളി സ്പിരിറ്റിനോട് സംസാരിച്ച് കർത്താവേ എനിക്ക് ആ എഫിഷ്യൻസി നൽകണമേ, എഫിഷ്യൻസി നൽകണമേ, बातचीत करे पवित्र आत्मा से। पवित्र आत्मा मुझे वो എഫിഷ്യൻസി നൽകണമേ. मुझे वो सक्षमता प्रदान कर। ഓ ഗോഡ്, എഫിഷ്യൻസി, നിങ്ങളുടെ ജനത്തിന്റെ മേൽ എഫിഷ്യൻസി. ഓ लोगों के ऊपर ജീസസ്, क्षमता आने पाए। നിങ്ങളുടെ ദൈവജനത്തിന്റെ മീതെ ദൈവ എഫിഷ്യൻസി തരട്ടെ. परमेश्वर के लोगों के ऊपर सक्षमता आने पाए। അടുത്ത വേർഡാണ് മൈറ്റ്, ശക്തി, ബലം. और अगला शब्द है बल, शक्ति। ഓ, എന്തിനുള്ള ശക്തിയാ? ദൈവ രാജ്യത്തെ ശക്തിയോടെ ഈ ഭൂമിയിൽ ഉറപ്പിക്കാൻ, സ്ഥാപിക്കാൻ. क्यों मिली है ये शक्ति? परमेश्वर के राज्य को उसकी सामर्थ्य के साथ इस दुनिया में स्थापित करने की ഞാൻ शक्ति। ഈ ദിവസങ്ങളിൽ വളരെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ദൈവത്തിന്റെ ശക്തി. इन्हीं दिनों में मैं परमेश्वर की शक्ति के ऊपर काफी विचार करने में, मनन करने में लगा हुआ। നമ്മുടെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ കുറഞ്ഞു പോയത് വചനത്തിന്റെ ആഴങ്ങളല്ല, ദൈവശക്തി കുറഞ്ഞുപോയി. हमारी मसीही सेवकाई में वचन की गहराई की कमी नहीं है, बहुत है, लेकिन पवित्र आत्मा की शक्ति कहीं ना कहीं कम हुई पड़ी है। നമുക്ക് ഹീബ്രു അറിയാം, ഗ്രീക്ക് അറിയാം, അരാമിക് അറിയാം, എല്ലാം നമുക്കറിയാം, അതിന്റെ എക്സ്പ്ലനേഷനും അറിയാം. പക്ഷെ ദൈവശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോയി. हमें इब्री भाषा पता है, अरामिक भाषा पता है, हर अनुवाद पता है, लेकिन एक बात नहीं पता है, हमें नहीं पता चल पाया पवित्र आत्मा की शक्ति क्या होती है। ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്, हमारे पास में सूचनाएं बहुत ज्यादा हैं, പക്ഷെ നമുക്ക് എന്തില്ലാതായി പോയി? लेकिन क्या नहीं है हमारे पास? ദൈവശക്തി നമ്മളിൽ ഇല്ലാതായി പോയി. परमेश्वर की शक्ति नहीं है हमारे पास। ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ശക്തിയെ നൽകും. परमेश्वर कहता है कि जब पवित्र आत्मा तुम पर आएगा तो वो तुम्हें शक्ति, बल प्रदान करेगा। എന്തിനുള്ള ശക്തിയാ? क्या करने की शक्ति है ये? ദൈവ രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ, ദൈവരാജ്യത്തിന്റെ ശക്തിയെ റിവീൽ ചെയ്യാൻ, എക്സ്പോസ് ചെയ്യാൻ. परमेश्वर के राज्य को धरती पर स्थापित करने के लिए वो राज्य कैसा दिखता है, धरती पर प्रकट करने के लिए हमें वो सामर्थ्य मिली है। ഇന്ന് രാത്രി ദൈവശക്തിയെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. आज पवित्र आत्मा की शक्ति को मांगिएगा। ശക്തി ഇല്ലാത്ത സുവിശേഷ വേല അത് ഒരിക്കലും വിജയിക്കത്തില്ല. एक ऐसी सुसमाचार की सेवा कभी सफल नहीं होगी जो बिना पवित्र आत्मा की शक्ति के की जाती है। ദൈവ വചനത്തിൽ നിന്നും ദൈവിക ശുശ്രൂഷയിൽ നിന്നും ശക്തിയെ we cannot ambute from the power of God, from the word of God. हम परमेश्वर की शक्ति को परमेश्वर के वचन से अलग नहीं कर सकते हैं। ഒരിക്കലും വേർതിരിക്കാൻ പറ്റത്തില്ല, മാറ്റിക്കളയാൻ उसे പറ്റത്തില്ല. नहीं कर पाएंगे, अलग नहीं कर सकते हैं। യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തന്നെ നമ്മുടെ മീതെ ചില ട്രാൻസ്ഫോർമേഷൻ നടക്കട്ടെ. और यीशु के नाम में हमारे ऊपर भी एक बदलाव इसी समय उतरने, ഇരുളിന്റെ ശക്തികളെ അറസ്റ്റ് ചെയ്യാൻ, अंधकार की शक्तियों को गिरफ्तार करने के ഇരുളിന്റെ लिए, ശക്തികളെ പിടിച്ചു കെട്ടാൻ, अंधकार की शक्तियों को बांधने की। ബൈബിൾ പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട് കവർച്ച ചെയ്യാൻ പറ്റുകയില്ല. बाइबल में लिखा है कि जब तक एक बलवंत बलवान को बांध न ले, उसके घर के ऊपर हम डकैती नहीं डाल सकते हैं। ആരാണ് ബലവാൻ?
ये बलवान कौन है? ഈ യേശു കർത്താവ് പറയുകയാണ് ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ടെറിട്ടോറിയൽ ഫോഴ്സിനെ നീ അഡ്രസ് ചെയ്യുക. यीशु मसीह यहाँ पर हर क्षेत्रों के ऊपर कार्य करने वाली क्षेत्रीय दुष्ट आत्मिक सेनाओं की बात कर रहा है. ആത്മാക്കളെ പിടിച്ചു വച്ചിരിക്കുന്ന ടെറിട്ടോറിയൽ സ്പിരിറ്റിനെയാണ് അതിന് ബൈബിൾ എഫേസ്യ ലേഖനം ഉപയോഗിച്ചേക്കുന്ന വേർഡ് ഇങ്ങനെ प्रिंसिपैलिटीज पावर्स. वहां पे इफिसियों की पत्री में बिल्कुल स्पष्ट लिखा है, प्रधानताएं हैं, वो सामर्थ्य हैं जो आत्मा रूपी मनुष्यों को जकड़े हुए है. ആ ശക്തിയെ ബൈൻഡ് ചെയ്താൽ, यदि हम उस शक्ति को बांध लेते हैं, അവന്റെ സകലത്തെയും നിങ്ങൾക്ക് കവർ ചെയ്യാം. तो उसके पास जो भी है, उसके वश में जो भी है, सब कुछ को हम छुड़ा सकते हैं. അതിന് നിങ്ങൾക്ക് നമുക്ക് വേണ്ടിയത് ദൈവ ശക്തിയാ വേണ്ടിയത്. और ऐसा करने के लिए हमें परमेश्वर की शक्ति की आवश्यकता है. ഇരുളിന്റെ അന്ധകാര ശക്തികളെ ബൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയത് ദൈവ ശക്തിയാണ്. अंधकार की शक्तियों को बांधने के लिए परमेश्वर की शक्ति की जरूरत है. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റേജിനെ ദൈവം ഇഗ്നൈറ്റ് ചെയ്തു. परमेश्वर जब आपके जीवन में आता है तो उसके पहले घटक को परमेश्वर निरस कर देता है. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്, യേശുവിന്റെ മീതെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. वचन भी यही बताता है, यीशु मसीह के ऊपर पवित्र आत्मा आकर भर गया. ആ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ये भरा हुआ पवित्र आत्मा ही उसे जंगल में लेकर गया. പരിശുദ്ധാത്മാവ് നയിച്ചു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ യേശു കർത്താവ് പരീക്ഷകളിൽ കൂടെ കടന്നുപോയി. और जब वो पवित्र आत्मा की अगुवाई में जंगल में पहुंचा तो परीक्षाओं में से होकर गुजरा. പരീക്ഷകൾ, 3 തരത്തിലുള്ള പരീക്ഷകളെയും യേശു ജയിച്ചു. और 3 प्रकार की उन परीक्षाओं पर यीशु ने विजय हासिल की. ഒന്നാമത്തെ പരീക്ഷ ശാരീരിക പരീക്ഷ. उसमें पहली परीक्षा थी शारीरिक. ശാരീരിക പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മസിലിന് എത്ര ബലമുണ്ട്, നിങ്ങൾക്ക് സിംഗിൾ പാക്ക് ഉണ്ടോ, ഫാമിലി പാക്ക് ഉണ്ടോ, 6 പാക്ക് ഉണ്ടോ എന്നല്ല വേർഡിന്റെ അർത്ഥം. यहाँ पे शारीरिक शब्द का मतलब ये नहीं है कि आपकी नसों में कितनी ताकत है ना, कितने 6 पैक हैं या फैमिली पैक है, उसकी बात नहीं हो रही है. എത്ര ഡെപ്തിൽ നിങ്ങൾക്ക് ആ ശരീരത്തെ തകർക്കുവാൻ പറ്റും. ലോകത്തിന്റെ അപ്പത്തിന്റെ ആ ടെംപ്ടേഷനെ എത്ര ഡെപ്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. आप दुनिया रूपी, रोटी रूपी जितनी भी संसार की परीक्षाएं हैं, शरीर से कितना आप उसे जीत सकते हैं. സ്പിരിച്വൽ ബലം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഫിസിക്കൽ ബോഡി, കാർണൽ നേച്ചറിന്റെ ബലം കുറയുമ്പോൾ. जब हमारे शारीरिक बल को हम कम करते हैं, प्राकृतिक मनुष्य के बल को कम करते हैं, तो हमारे अंदर का आत्मिक बल बढ़ता चला जाता है. യേശു ശാരീരിക പരീക്ഷകളെ ജയിച്ചു. यीशु मसीह ने शरीर की परीक्षाओं पर जय पाई. ഒരപ്പത്തിന്റെ ആ ടെംപ്ടേഷനെ യേശു രഹസ്യത്തിൽ ജയിച്ചു. एक रोटी की परीक्षा थी वो, लेकिन गुप्त में भी उसने उस पर जय पा ली. ഓ ഗോഡ്, ഇത് കേൾക്കുന്ന നമ്മുടെ ലൈഫിലും ജഡത്തെ ജയിക്കാം. ജഡത്തെ, കാർണൽ നേച്ചറിനെ ജയിക്കാം. എവറി ടെംപ്ടേഷനെ, എവറി ഈഗോ, every jealousy, spirit of jealousy, every anger, bitter, all kind of carnal natures, we have to win over in that problem. आप और मैं जो सुन रहे हैं, हमें भी अपने शरीर की इन सारी बातों के ऊपर, शरीर के स्वभाव पर, शारीरिक मोह पर, घृणा पर, नफरत पर, इन सभी चीजों पर
जय पानी है। അതിനെ ജയിച്ചു കഴിഞ്ഞാൽ അടുത്തത് ബൈബിള് പറയുന്നത് എന്തോന്നറിയാമോ? ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി. और जब उस पे जय पा लेते हैं तो ഊറാബഖേരി. 4:14 कहता है परमेश्वर यीशु मसीह आत्मा की सामर्थ्य से भरकर गलील को लौटा। 1-ാം വാക്യത്തിൽ നിറമായിരുന്നു. पहले वचन में पवित्र आत्मा का भराव लिखा है 14-ാം വാക്യത്തിൽ ഹോളി സ്പിരിറ്റ് പവറായി തീർന്നു. और 14वें आयत तक यही पवित्र आत्मा भराव से शक्ति बन गया। ഈ രണ്ട് വാക്യത്തിന്റെ ഇടയ്ക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. इन दोनों पदों के बीच में एक बहुत बड़ा बदलाव आया है। 3 പരീക്ഷകളെ യേശു ജയിച്ചു. 3 परीक्षाओं पर यीशु ने जय पाई। ഒന്നാമത്തെ പരീക്ഷ ശാരീരിക പരീക്ഷ. पहली परीक्षा मैंने क्या बताई? शारीरिक परीक्षा। രണ്ടാമത്തെ പരീക്ഷ മാനസിക പരീക്ഷ. और दूसरी परीक्षा थी मानसिक परीक्षा। ആലയത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യേശുവിനെ പരീക്ഷിച്ചു. നീ ഇവിടുന്ന് താഴേക്കെടുത്ത് ചാടുക, നിന്റെ കാൽ കള്ളി തട്ടിപ്പോകത്തില്ല, ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ശാരീരിക ടെംപ്ടേഷൻ. यहाँ पर മാനസിക मंदिर के बड़े कंगूरे के ऊपर खड़ा करके उसने कहा यदि तू मेरे सामने यहां से ये नीचे गिरा दे तो वो तुम्हें संभाल लेंगे। सुनिएगा, मन के अंदर मानसिक परीक्षा उसे दे रहा था। ആ പരീക്ഷ യേശു ജയിച്ചു. उस परीक्षा पर भी यीशु ने जय पाई। മൂന്നാമത്തെ പരീക്ഷ ആത്മീക പരീക്ഷ. और तीसरी परीक्षा थी आत्मिक परीक्षा। ഇത് ദൈവമാണെങ്കിൽ ഇതെന്നെ വീണ് നമസ്കരിക്കുക. यदि परमेश्वर है तो तू मेरे सामने झुककर नमस्कार कर। ഈ കാണുന്നത് മൊത്തം ഞാൻ നിനക്ക് നൽകാം. ഓൾ സ്പ്ലൻഡേഴ്സ്, ഓൾ ഗ്ലോറി, ഓൾ വിസ്ഡം, ഓൾ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്സ്, എവറിത്തിങ് ഐ വിൽ ഗിവ് ഇറ്റ് ടു യു. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. വർഷിപ്പ് ചെയ്യാനാ പറഞ്ഞ. വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ചെയ്യുക. सारा का सारा दुनिया का वैभव दिखाकर, प्रताप दिखाकर उसने कहा ये सब कुछ मैं तुझे दे दूंगा, बस तू मेरे सामने एक बार दंडवत कर ले। मतलब आराधना करने को उकसा रहा था वो। യേശു കർത്താവ് പറഞ്ഞ മറുപടി ഇപ്രകാരമാ. ആ വേർഡിന്റെ ട്രാൻസ്ലേഷൻ ഇപ്രകാരമാ: ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റാൻ. എന്റെ പുറകിലോട്ട് മാറി നിൽക്കുക. വരുന്നുണ്ടൊരു സമയം, നിന്നെ സകലതും നിന്റെ തലയെ തകർത്തിട്ട് ഞാൻ പിടിച്ചെടുക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അതുവരെ പുറകിലോട്ട് മാറി നിൽക്കുക. और यहां पर यीशु मसीह ने अंत में जब शैतान को डांटा तो उसने ये कहा, उसका अनुवाद इस प्रकार है सही अर्थ में, हे शैतान पीछे हट, अभी तेरा टाइम नहीं आया है, एक टाइम आ रहा है मैं तेरे सिर को कुचलूंगा, लेकिन तब तक पीछे हट जा बस। നമ്മുടെ ലൈഫിലും ഇങ്ങനെ ഒരു വലിയ ഓഫർ കിട്ടിയാൽ നമ്മള് വീണ് നമസ്കരിച്ചിട്ട് നമ്മള് ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കും. यदि यीशु मसीह के सामने जितने भी अवसर मिले थे हमको मिल जाते तो हम कभी का उसको दंडवत करके सारे अवसर अपना बना लेते। യേശുവിനെ അറിയാം യേശു ആരാണ്. നമുക്ക് നമ്മൾ ആരാന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പലയിടത്തും പോയി വീണ് തെളിയിക്കാൻ നോക്കുന്നത്, പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. यीशु मसीह को पता है कि वो कौन है। हम पता है कई जगहों पर क्यों गिर जाते हैं, क्योंकि हमें अभी तक पता नहीं है कि हम कौन हैं। ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ നീ ആരാന്നുള്ള വലിയ ബോധ്യം തരും. നിന്റെ ഐഡന്റിറ്റി എന്തുവാണെന്നുള്ള വലിയ ബോധ്യം തരും. आज यदि पवित्र आत्मा आपके अंदर आ जाए तो वो आपको एक ऐसी पहचान देगा, पहचान का बोध देगा कि आप कौन हैं। പ്രഭു 3 പരീക്ഷകളെ യേശു ജയിച്ചു. तीनों परीक्षाओं पर यीशु ने विजय प्राप्त യേശു അതിനെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത് അത് ശക്തിയായി തീർന്നത്. जब
यीशु मसीह ने परीक्षाओं पर जय पाई, तभी पवित्र आत्मा का जो भराव था वो सामर्थ्य बनकर प्रकट हुआ। ഇന്ന് രാത്രിയിൽ ജഡത്തിന്റെ മാനസികമായിട്ടുള്ള സ്പിരിച്വൽ എല്ലാ പരീക്ഷകളെ ജയിക്കുന്ന ഒരു കൂട്ടം തലമുറയാക്കി പരിശുദ്ധാത്മാവ് ഈ ജനറേഷനെ മാറ്റട്ടെ. आज मैं प्रार्थना करता हूं कि मेरे सामने जो पीढ़ी बैठी है वो हर प्रकार की परीक्षाओं पर जय पाकर आत्मा की ഉം. सामर्थ्य में चलने वाली पीढ़ी बन जाए। ഓ എല്ലാ പരീക്ഷകളെ ജയിക്കുന്ന, ഓ എല്ലാ ടെംപ്ടേഷനെ ജയിക്കുന്ന വ്യക്തികളാക്കി ദൈവം മാറ്റട്ടെ നിങ്ങളെ. परमेश्वर आप सबको हर प्रकार की परीक्षाओं पर जय पाने वाले लोग बना दें। യേശു കർത്താവ് ഒരപ്പത്തെ മരുഭൂമി ജയിച്ചു. यीशु मसीह ने एक रोटी पर जंगल में जय पाई। അത് കഴിഞ്ഞ് 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പം യേശു കർത്താവിന് ഒരു സൊമാറ്റോയും ഒരു സ്വിഗ്ഗിന്നും പാഴ്സൽ വന്നില്ല. 40 दिन के उपवास के तुरंत बाद यीशु मसीह के पास जोमैटो वाला, स्विगी वाला कुछ लेकर नहीं आया। ഒരു കാക്ക പോലും വന്നില്ല. एलिया वाला कौवा भी नहीं आया। ഓ എന്തുകൊണ്ടാ യേശു കർത്താവ് എവിടെയെങ്കിലും പോയി ആഹാരം കിട്ടുന്ന വീട്ടിലോ സ്ഥലത്തോ പോയി അല്ലെ പണം കൊടുത്ത് കഴിച്ചു കാണും. परम यीशु मसीह कहीं किसी के घर में गए होंगे, किसी जगह पर गए होंगे, या फिर पैसा देकर खाया होगा। ആരും ഉണ്ടാക്കിക്കൊണ്ട് പോലും വന്നില്ല. कोई भी वहां पर बनाकर देने के लिए भी नहीं आया। 40 ദിവസം ഉപവാസം കഴിഞ്ഞ ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ എനിക്കൊരു ബിരിയാണി വേണമെന്നോ? क्या 40 दिन के उपवास के बाद में परमेश्वर को पता नहीं था कि मुझे बिरयानी चाहिए? ഞാൻ ക്ഷീണിച്ചിരിക്കുമെന്ന് അറിയത്തില്ലായിരുന്നോ? पता नहीं है परमेश्वर को कि मैं थका हुआ हूं? ഞാൻ ആ സാത്താന്റെ പരീക്ഷ ജയിക്കുകയും ചെയ്തല്ലേ? और शैतान की परीक्षा पर जय भी तो पाली मैंने। നിന്റെ റിവാർഡ് എപ്പം വേണമെന്ന് ദൈവം നിശ്ചയിക്കുന്നത്. परमेश्वर को पता है कि आपको प्रतिफल कब देना है। നിന്റെ റിവാർഡ് നീ ഉദ്ദേശിക്കുന്നത് പോലും നീ പറയുന്നത് പോലും അല്ല, പറയുന്നത് പോലെയല്ല. हमारा प्रतिफल वैसा नहीं होता जैसा हम सोचते या कहते हैं। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവന്റെ കരങ്ങളിൽ ആ അപ്പത്തെ ജയിച്ച ആ കരങ്ങളിൽ 5 അപ്പം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ 5000 പേർക്ക് കഴിക്കത്തക്കവണ്ണം ആ അപ്പം വർത്തിച്ചു. നീ രഹസ്യത്തിലുള്ള ഒരപ്പത്തെ ജയിച്ചാൽ തമ്പുരാൻ അറിയാം പരസ്യത്തിൽ നിന്നെ എവിടെ ഉയർത്തണമെന്ന്. अब सुनिएगा मेरी बात बड़े ध्यान से। जब उसने गुप्त में एक रोटी पर जय पाई, सबके सामने उसने रोटी उठाई और 5000 से ज्यादा लोगों को खुद खिला दिया। गुप्त में जीत पाओगे, प्रगट में वो इनाम दिलवाएगा। ഓ ഗോഡ്, നിന്റെ റിവാർഡ് എപ്പം എവിടെ വെച്ച് വേണമെന്ന് സ്വർഗം നിശ്ചയിക്കും. स्वर्ग निर्धारित करेगा कि आपको प्रतिफल कहां पर देना है। നിങ്ങളുടെ മീതെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് ശക്തിയാകണമെങ്കിൽ ജഡത്തെ ജയിക്കണം. पवित्र आत्मा जो भरा है आपके अंदर, यदि आप उसको शक्ति में बदलना चाहते हैं तो परीक्षाओं पर जय पाना जरूरी है। നിങ്ങൾ ഈ വേർഡ് എഴുതി വെക്കണം. നിങ്ങളുടെ മീതെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് ശക്തിയാകണമെങ്കിൽ ജഡത്തെ ജയിക്കണം. आप इस बात को लिख लीजिएगा। जो पवित्र आत्मा आप पर आया है, उसके भराव को यदि सामर्थ्य में बदलना चाहते हैं तो परीक्षाओं पर जय पाना जरूरी है। നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വെളിപ്പെടുത്തണം. अपने जिंदगी से शक्ति को प्रकट करें। ശക്തി വെളിപ്പെടട്ടെ. शक्ति प्रकट हो। കർത്താവിനോട് ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ശക്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം തരണേ. आज रात से परमेश्वर से प्रार्थना करें, प्रभु मुझे शक्ति से ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി. എനിക്ക് ശക്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നൽകണമേ എന്ന് ഇന്ന് തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓ आज से ജീസസ്. परमेश्वर के सामने प्रार्थना करें कि मुझे सामर्थ्य से भरी हुई एक जिंदगी दे। യേശുവിന്റെ ശുശ്രൂഷയിൽ ശക്തി ഉണ്ടായിരുന്നു കേട്ടോ. यीशु मसीह की सेवकाई में शक्ति थी। ഓ ഗോഡ്, യേശുവിന്റെ ശുശ്രൂഷയിൽ ശക്തി ഉണ്ടായിരുന്നു.
यीशु मसीह की सेवकाई में शक्ति थी। എന്തിന്റെ മീതെയൊക്കെ ശക്തി ഉണ്ടായിരുന്നു? പ്രകൃതിയുടെ മീതെ ശക്തി ഉണ്ടായിരുന്നു. पता किस किस पर शक्ति थी? पहला, प्रकृति पर शक्ति थी। ഓ, മരണത്തിന്റെ മീതെ അധികാരം ഉണ്ടായിരുന്നു. मृत्यु पर शक्ति थी। രോഗത്തിന്റെ മീതെ അധികാരം ഉണ്ടായിരുന്നു. बीमारियों पर शक्ति थी। യേശുവിന് ബാധകളുടെ മേൽ, ഭൂതങ്ങളുടെ മീതെ അധികാരം ഉണ്ടായിരുന്നു. दुष्टात्माओं पर शक्ति थी। ടെറിട്ടോറിയൽ സ്പിരിറ്റിന്റെ മേലിൽ അധികാരം ഉണ്ടായിരുന്നു. क्षेत्रीय ताकतों के ऊपर शक्ति थी। അവന്റെ വാക്കിന്റെ അധികാരം ഭയങ്കരമായിരുന്നു. കാറ്റും കടലും പോലും അടങ്ങുമായിരുന്നു. यीशु मसीह के शब्द का अधिकार इतना बड़ा था कि आंधी और पानी भी बात मानते थे। ഒറ്റ വാക്കിന് 6000 ദുരാത്മാക്കളാണ് ഒറ്റ വാക്കിന് ഇറങ്ങിപ്പോയത്. एक शब्द ही कहा था, केवल एक शब्द, 6000 दुष्ट आत्माएं एक के एक बाद निकल गई। ഒറ്റ വാക്ക് 6000 എണ്ണം ക്യൂ ആയിട്ട് അനുസരിച്ചു. एक शब्द, कतार लगाकर, क्यू लगाकर 6000 निकलने लगी। That is a power. ये है That यीशु is a की power. शक्ति। ये है ഇന്ന് शक्ति। രാത്രിയിൽ ആ പവർ നിങ്ങളുടെ മേൽ, നമ്മുടെ മീതെ വെളിപ്പെടട്ടെ. आज रात वही सामर्थ्य हम पर भी आने पाए। ഓ, ഒന്ന് റിസീവ് ചെയ്തേ, ദൈവത്തോട് റിസീവ് ചെയ്തേ. स्वीकार करें, परमेश्वर से उसे प्राप्त करें। നിങ്ങൾ ക്രിസ്ത്യൻ ആണോ? യു ഷുഡ് यदि ക്യാരി ദ പവർ. यदि आप मसीही हैं तो शक्ति को लेकर अवश्य चलें। ക്രിസ്ത്യൻ ആണോ? यदि आप मसीही हैं ദൈവശക്തിയെ ചുമക്കുന്നവരാണ്. तो परमेश्वर की शक्ति को लेकर चलने वाले बने। ജീസസ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എന്തോ ശക്തിയാ ദൈവം വെളിപ്പെടുത്തിയത്. पुराने नियम में परमेश्वर ने कितनी बार अपनी शक्ति को प्रकट किया। ഓ, പെട്ടകമായിരുന്നു ആ ശക്തിയുടെ കേന്ദ്രം. പെട്ടകം, मिलाप वाले तंबू के अंदर का संदूक परमेश्वर की शक्ति का केंद्र था। പെട്ടകം തോളി ചുമക്കുന്നവന്റെ കാല് ഈ മരണ യോർദാനെ ചവിട്ടിയാൽ കുത്തൊഴുക്കിനെ കർത്താവ് പിടിച്ചു കിട്ടും. कंधे पर वाचा के संदूक को रख यदि पैर यर्दन की नदी में रख दे तो वो नदी फट जाती है। ജീസസ്. നിങ്ങളുടെ മുറികളിലേക്ക് ആ ശക്തി ഇറങ്ങി വരട്ടെ. ഇപ്പോ आपके कमरे में ഓ, वही ഹോളി शक्ति സ്പിരിറ്റ്, कर आने पाए। ഓ, ഒന്ന് റിസീവ് ചെയ്തേ. ദ മൈറ്റ്, എബിലിറ്റി, എഫിഷ്യൻസി, മൈറ്റ്. प्राप्त करें, योग्यता, सक्षमता, बल मिलने पाए। ഇൻഫർമേഷൻ നമ്മുടെ തലയെ ചീർപ്പിക്കും. सूचना हमारे दिमाग को मोटा करती है। നമ്മുടെ ഉള്ളിൽ പ്രൈഡ് കൊണ്ടുവരും. हमारे अंदर घमंड देती है। പക്ഷെ ഹോളി സ്പിരിറ്റ് വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഉടഞ്ഞതായിരിക്കണം, തകരുന്നതായിരിക്കണം, ഹമ്പിൾ ആയിരിക്കണം. लेकिन यदि आप और मैं चाहते हैं कि पवित्र आत्मा मुझ में आए तो हमारे मनों को टूटना जरूरी है। ഓ, ഒന്ന് പ്രാർത്ഥിച്ചേ. സാവേ, എന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് മൈറ്റ് ഇറങ്ങി വരട്ടെ. प्रभु मेरी मसीह जिंदगी में शक्ति उतर आए। എന്റെ കൈകളിൽ കൂടെ, കാലുകളിൽ കൂടെ ശക്തി റിവീൽ ആകട്ടെ. मेरे हाथों के द्वारा, पैरों के द्वारा यही शक्ति प्रकट होने पाए। ഓ, എന്റെ സാന്നിധ്യത്തിനകത്തൂടെ ഞാൻ കയറുമ്പോ വെളിച്ചത്തെ വഹിക്കുന്നവനായതുകൊണ്ട് ആ മുറികൾ മൊത്തം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ. मैं जहां पर हूं, मैं जहां पर जाऊं, मेरे कमरे में क्योंकि मेरे साथ रोशनी रहती है, वो पूरे इस जगह पर फैल जाए। Speak in tongues. अन्य भाषा में बोलना शुरू करें, प्रार्थना शुरू करें, अन्य भाषा में बोलना शुरू करें।
ഞാൻ 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. When the Holy Spirit has come upon you, the ability, you will get the ability, you will get efficiency, you will get might. मैंने आपको 3 बातें बताई. जब पवित्र आत्मा तुम पर आएगा तो तुम सामर्थ्य पाओगे. तो उसका मतलब पता है क्या है? तुम योग्यता पाओगे, तुम सक्षमता पाओगे और तुम शक्ति पाओगे. എങ്കിലേ നിങ്ങൾക്ക് വിറ്റ്നസ് ആകാൻ പറ്റത്തുള്ളൂ. വിറ്റ്നസ് സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ. तभी हम इसको पाने पर ही हम गवाह बन पाएंगे, അവിടെ विटनेस, साक्षी बन पाएंगे. ആ വിറ്റ്നസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇങ്ങനെ, സാക്ഷി പള്ളിയിൽ സാക്ഷി പറയുന്ന വേർഡല്ല അവിടെ എഴുതിയേക്കുന്നത്, കോടതിയിൽ പറയുന്ന സാക്ഷിയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. यहाँ पे जो गवाह शब्द लिखा हुआ है वो उसके बारे में नहीं है जो हम हर संडे को गवाही देते हैं ना, अदालत में दी जाने वाली गवाही के बारे में बताया गया है. ആ ഒരു 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 മർഡർ നടക്കുന്നത് നിങ്ങൾ കണ്ടു. आपने एक कत्ल होते हुए देखा. ആ പ്രതിക്ക് ശിക്ഷ കിട്ടണം. ലീഗൽ നിയമപ്രകാരം, രാജ്യത്തിന്റെ നിയമപ്രകാരം ശിക്ഷ കിട്ടണം. और संविधान के अनुसार कानूनी तौर पर उस व्यक्ति को जो आरोपी है सजा मिलनी चाहिए. അതിന് സാക്ഷി വേണം. और सजा दिलवाने के लिए, सबूत मिलने के लिए एक गवाह की जरूरत होती है. അല്ലെങ്കിൽ ഒരാള് ഉയർത്തെഴുന്നേറ്റു, नहीं तो कोई जिंदा हो गया. ആ ഉയർത്തെഴുന്നേറ്റ ആളിനെ കാണുകയും സഹകരിക്കുകയും ഒരുമിച്ച് കഴിക്കുകയും എല്ലാം ചെയ്തു. അദ്ദേഹത്തെ കുറിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് സാക്ഷി പറയണം. അത് കോടതിയുടെ ടെർമിനോളജിയാണ്. जिंदा होने वाले व्यक्ति के बारे में उसके साथ रहकर, उसके साथ खा पीकर, उसके साथ समय बिताकर, देख कर गवाही देनी है. ये अदालत की भाषा का इस्तेमाल किया गया है. അവിടെ എഴുതിയേക്കുന്ന വേർഡ് യേശു ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്ന് നിങ്ങൾ എല്ലായിടത്തും പോയി സാക്ഷി പറ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ പ്രൂവ് ചെയ്യും. ഞാൻ ഉയർത്തെഴുന്നേറ്റു, ആ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. और वहां पर पता है वो कहने का मतलब क्या है? आप जिन्होंने मुझे देखा है, आप जाकर लोगों के सामने ये साबित करें कि मैं जिंदा हो गया हूं, मैं जिंदा हूं. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി പള്ളിയിൽ പറയാനല്ല, സാക്ഷി പള്ളിയിൽ പറയാനല്ല, കോടതിയുടെ ടെർമിനോളജിയാ. നിങ്ങൾ പറഞ്ഞാൽ അവിടെ ആ സ്വർഗത്തിന്റെ ശക്തിയെ പ്രൂവ് ചെയ്യുന്നത്. യേശു ജീവിച്ചെന്ന് ഇവര് പറയുന്നു. ആ പറയുമ്പോൾ തന്നെ ആ യേശുവിനെ ഉയർപ്പിച്ച ശക്തി പ്രൂവ് ചെയ്യും. और यहां पर उस गवाही की बात नहीं हो रही है जो हर रविवार को हम चर्च में बताते हैं. ये बाहर की है, अदालत की भाषा है. जब आप नीचे यहां पर गवाही देते हैं, जब बताते हैं कि यीशु जिंदा हो गया है, उसी समय स्वर्ग आपके पक्ष में काम करता है. वो अपनी सामर्थ्य भेजता है. യേശു കർത്താവ് സകല മനുഷ്യനും സകല പ്രപഞ്ചത്തിന്റെയും ദൈവമാണ്. यीशु मसीह पूरे धरातल का, पूरे ब्रह्मांड का परमेश्वर है. ക്രിസ്ത്യൻസിന്റെ ദൈവമല്ല, मसीहों का परमेश्वर नहीं है यीशु. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശുവാണ് സകല പ്രപഞ്ചത്തിനെ ദൈവം. यीशु पूरी धरती का, पूरे धरातल का നിങ്ങൾ परमेश्वर है. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ദൈവം വെച്ചിരിക്കുന്നത് ഒരാളുടെ മീതയാ. അത് നിങ്ങൾ സാക്ഷി പറയണം. ആ വ്യക്തി മരിച്ചു, ആ ശിക്ഷ പെയ്ഡ്, ഹി പെയ്ഡ് ഹിസ് പ്രൈസ്, അവൻ ഉയർത്തേറ്റു. അത് പറയുമ്പോൾ ആ ഉയർപ്പിന്റെ ശക്തി നിങ്ങളിൽ കൂടെ വ്യാപരിക്കും. जाने अनजाने आपने और मैंने जो पाप किए थे उस सजा एक व्यक्ति ने अपने ऊपर ली, मरा और जिंदा हो गया. जब आप ये बात गवाही के तौर पर बताते हैं, आप गवाह बनते हैं, तो पवित्र आत्मा की सामर्थ्य आप पर उतरकर प्रगट दिखाती है. നിങ്ങൾക്കറിയാമല്ലോ, യേശു കർത്താവിന്റെ ആ ശക്തി വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നതിന് ശേഷം അവര് പറയുന്നത് എന്തോന്നറിയാമോ? വെള്ളിയും പൊന്നും, അപ്പോസ്തലപ്രവൃത്തി 3:6, വെള്ളി പൊന്ന് എനിക്കില്ല, എനിക്കുള്ളത്
നിങ്ങൾക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക. എന്തുകൊണ്ടാ നാമം പറഞ്ഞത്? ആ നാമം ഉയർത്തെഴുന്നേറ്റു, ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റു. देखिएगा, पवित्र आत्मा की सामर्थ्य को पाने के बाद में ये लोग प्रेरितों के काम 3 में हम देखते हैं, वो कहते हैं कि सोना चांदी तो हमारे पास है नहीं, जो है वो देते हैं, यीशु के नाम से खड़े हो जा। यीशु के नाम से क्यों? पता है क्यों? क्योंकि वो ये गवाही दे रहे थे, जो यीशु है वो जिंदा हो गया है। ഓ ഗോഡ്, യേശുവിൻ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ നാമത്തെ കുഴിച്ചിടാൻ നോക്കിയതാ, ആ നാമത്തെ അടക്കാൻ നോക്കിയതാ. ആ നാമം ഉയർത്തെഴുന്നേറ്റു, ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റു. ആ നാമം ഇന്നും ജീവിക്കുന്ന നാമം. ആ നാമം ഈ രാത്രിയിൽ നിങ്ങൾ ആ നാമം പറഞ്ഞാൽ ശക്തി വെളിപ്പെടും. एक यीशु का नाम जिसको दबाने की कोशिश करी गई, ഓ दफनाने की ജീസസ്, कोशिश की गई, लेकिन वो नाम जिंदा हो गया। वो यीशु का नाम, जब आप उसके नाम को कहते हैं, जब आप ये कहते हैं कि वो जिंदा हो गया, तो उसकी शक्ति आपके ऊपर प्रकट होती है। ഓ ക്രിസ്തീയ ജീവിതം അത് മറക്കല്ല്. ശക്തിയുള്ള ജീവിതമാ, ശക്തിയുള്ള ജീവിതമാ. हमेशा ध्यान रखिएगा, मसीही जिंदगी शक्ति की जिंदगी है, അത് सामर्थ्य से भरी जिंदगी കഴിഞ്ഞിട്ട് है। ദൈവം പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ, യഹൂദയിൽ, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. और इस सामर्थ्य को पाने के बाद परमेश्वर कहता है कि तुम यरूशलेम में, सारे यहूदिया में, सामरिया में और पृथ्वी के छोर तक मेरे गवाह बनोगे। യേശു ഭൂമിയിൽ വെച്ച് പറഞ്ഞ അവസാനത്തെ വാക്ക, യു ഹാവ് ടു റിസീവ് ദ ഹോലി സ്പിരിറ്റ്. यीशु मसीह के द्वारा धरती पर कहे गए शब्दों में आखिरी शब्द था, तुम पवित्र आत्मा पाओगे। ഇത് പറഞ്ഞ ശേഷം അവൻ അവരുടെ കാഴ്ചയ്ക്ക് ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ये कहने के बाद वो उनके सामने से उठा लिया गया। യേശു ഏറ്റവും അവസാനം പറഞ്ഞ വേർഡ്, യു ഹാവ് ടു റിസീവ് ഹോലി സ്പിരിറ്റ്. यीशु मसीह ने सबसे अंत में कौन से शब्द कहे थे? ये कि तुम पवित्र आत्मा पाओगे। അവസാനം പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര പവർ. व्यक्ति के कहे गए अंतिम शब्द महत्वपूर्ण होते हैं। നിങ്ങൾക്കറിയാമോ, യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവിനെ ബഥാനിയോളം കൊണ്ടുചെന്നിട്ട് അവരെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചു. और यीशु के बारे में यहाँ पे लूका के सुसमाचार में लिखा है कि बेथनिया तक ले जाकर उसने अपने हाथ उठा उन सबों को आशीष दी। ലൂക്കോസിന്റെ സുവിശേഷം എനിക്ക് അവസാനത്തെ വാക്യങ്ങളുണ്ട്. 49-ാമത്തെ വാക്യം, 49-50-ാമത്തെ വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അനുഗ്രഹിച്ചു. ഓ, और यहाँ पे हम लूका के सुसमाचार 24 के अंतिम पदों में देख सकते हैं कि जो प्रतिज्ञा मेरे पिता है मैं तुम पर उतारूंगा, जब तक तुम स्वर्ग से सामर्थ्य न पाओ इसी नगर में बने रहना। और उसके बाद में लिखा है, तब वह उन्हें बेथनिया तक बाहर ले गया, हाथ उठाकर उन्हें आशीष दी और आशीष देते हुए उनके सामने से वो स्वर्ग पर उठा लिया गया। അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. और वो आशीष देते हुए वो उनसे अलग हो गया और स्वर्ग पर उठा लिया गया। പരിശുദ്ധാത്മാവാം ദൈവത്തെ പ്രാപിക്കുന്നതിന് മുമ്പേ യേശുവിന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മീതെ വരട്ടെ ഇപ്പോൾ, യേശുവിൻ നാമത്തിൽ. पवित्र आत्मा की सामर्थ्य की आशीष को पाने से पहले यीशु मसीह की एक आशीष आपके ऊपर उतर कर आने पाए। ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവ് അവരെ അനുഗ്രഹിച്ചു. यहाँ पर पवित्र आत्मा को पाने के लिए यीशु मसीह ने इन्हें आशीष दी। നമ്മുടെ മീതെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വേണം കേട്ടോ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. पवित्र आत्मा को पाना चाहते हैं, परमेश्वर की एक आशीष हमारे ऊपर
जरूरी ആ है। അനുഗ്രഹം, യേശുവിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. यीशु मसीह की आशीष है, तभी जो हमें मिल रहा है वो बना रहेगा। നിങ്ങളെ നടത്തിയ വ്യക്തിയുടെ ഒരു അനുഗ്രഹം, പരിശുദ്ധാത്മാവ് നിലനിൽക്കാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. यहाँ पर जो आपको चला रहा है उस व्यक्ति की आशीष महत्वपूर्ण है कि पवित्र आत्मा भी हमारे साथ बना നിങ്ങളെ रहे। പഠിപ്പിച്ച കർത്താവിന്റെ വേലയിൽ നടത്തിയ വ്യക്തിയുടെ അനുഗ്രഹം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. आपको जो सिखाते हैं, आपको जो चलाते हैं, परमेश्वर के वचन में बढ़ाते हैं, उन लोगों की आशीषें भी पवित्र आत्मा को पाने में महत्वपूर्ण होती हैं। ഇന്നത്തെ തലമുറയിലുള്ള ചില വ്യക്തികൾക്ക് ആരുടെ അനുഗ്രഹം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഡയറക്റ്റ് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കിട്ടും. ഇല്ല, നിന്നെ നടത്തിയവരുടെ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നിലനിൽക്കുന്നത്. आज कुछ ऐसे लोग भी पैदा हो गए हैं जो कहते हैं मुझे किसी की बीच में जरूरत नहीं है, किसी यहाँ की आशीष की जरूरत नहीं है, मुझे सीधा वहां से मिल जाएगा। ना 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 ना, यहाँ पर जो अगुए हैं, जो हमें चला रहे हैं, उनकी आशीषें भी ഓ, पवित्र आत्मा को पाने के लिए അവൻ महत्वपूर्ण है। അവരെ ബെഥാനിയോളം കൊണ്ടുപോയി അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കൂടെ അനുഗ്രഹിച്ചു. ആ, ബെഥാനിയെ वो കൊണ്ടുപോയി, ബെഥാനിയെ. वो उन्हें बेथनिया तक ले गया और हाथ उठाकर आशीष दी। ഇന്ന് രാത്രി നിങ്ങളുടെ മീതെ ഒരനുഗ്രഹത്തെ വചനം പഠിപ്പിക്കുന്ന ഞങ്ങൾ റിലീസ് ചെയ്യുക. आज हम जो वचन आपको सिखा रहे हैं, परमेश्वर के वचन की आशीष आपके ऊपर बोलते ഓ, हैं। ഞാൻ ഒരു വിഷയം കൂടെ നിങ്ങളുടെ ചിന്തകളിൽ എടുത്തു തന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ. मैं एक और विषय आपके सामने बताकर मैं आपके लिए प्रार्थना करना चाहूंगा। നിങ്ങളോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ അന്യഭാഷ പറയുന്നത് തുടക്കമാ. അത് ജീവിതത്തിന്റെ ഓരോ ആദ്യത്തെ സ്റ്റെപ്പാണ് അന്യഭാഷ പറയുക. जब आप पवित्र आत्मा को पाते हैं तो बड़े ध्यान से सुनिएगा, पवित्र आत्मा को पाते वक्त अन्य भाषा में बोलना केवल पहला कदम है, केवल शुरुआत है। അന്യഭാഷകളുടെ ആ ഡെപ്ത് നിങ്ങളുടെ മീതെ വർദ്ധിക്കണം. पवित्र आत्मा की गहराई हमें, ओ अन्य भाषा की गहराई हमें और प्राप्त करनी है। നിങ്ങൾക്ക് വചനത്തിന്റെ ഡെപ്ത് അറിയണമെങ്കിൽ പോലും ഹോളി സ്പിരിറ്റിനെ വേണം. वचन की गहराई जानने के लिए भी हमें पवित्र आत्मा की जरूरत है। ഓ, എത്ര പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയുമോ അത്രയും വേർഡിന്റെ ഡെപ്തിൽ നിങ്ങളെ കൊണ്ടുപോകും. पवित्र आत्मा से आप जितने भरते चले जाओगे, वचन को उतना ही गहराई से आप जानने लगोगे। ഒരിക്കൽ കൂടെ, എത്ര പരിശുദ്ധാത്മാവിനാൽ നിറയുമോ അത്രയും വേർഡ് ഓഫ് ഗോഡിന്റെ ഡെപ്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. पवित्र आत्मा से आप जितना भरोगे, वचन की गहराई में उतना ही उतर पाओगे। എത്ര ഡെപ്തിൽ നിങ്ങൾ പോമോ അവിടെ എല്ലാം ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരും. और जितनी भी गहराई में आप वचन के अंदर जाओगे, पवित्र आत्मा वहां पर आपको एक व्यक्ति दिखाएगा। ആരെ കാണിച്ചു തരുമെന്നറിയാമോ? पता है किसको दिखाएगा? Our Lord Jesus Christ. हमारे प्रभु यीशु को दिखाएगा। Oh, it's so wonderful name. वो എത്ര ഡെപ്തിൽ പോമോ അവിടെ എല്ലാം നിങ്ങൾക്ക് യേശുവിന്റെ മഹത്വവും യേശുവിനെ പരിചയപ്പെടുത്തി തരും. आप जितनी गहराई में उतरते चले जाओगे, परमेश्वर की यीशु मसीह की महिमा को, उसकी गहराई को और जानना शुरू कर दोगे। ഓൾഡ് ടെസ്റ്റ്മെന്റിലെ എല്ലാ ബുക്കിലും യേശു കർത്താവാ. ജെനസിസിൽ യേശു കർത്താവാ. पुराने नियम की हर किताब में हम यीशु को देख सकते हैं। ഓ, എക്സഡസിൽ യേശു കർത്താവാ. उत्पत्ति में यीशु है, निर्गमन में ലേവ്യ यीशु, പുസ്തകത്തിൽ യേശു കർത്താവാ. लेव्य व्यवस्था में यीशु है, ന്യായപ്രമാണം മുഴുവനും യേശു കർത്താവാ. पूरी व्यवस्था में यीशु मसीह है। സെയിം പോലെ നിങ്ങൾക്ക് ജെനസിസിൽ ഹോളി സ്പിരിറ്റിനെ കാണാം. और उसी प्रकार आप उत्पत्ति में भी, पुराने नियम में भी पवित्र आत्मा को भी देख सकते हैं। ജെനസിസിൽ നിങ്ങൾക്ക് പിതാവിനെ, ഫാദറിനെ കാണാം.
उत्पत्ति में आप पिता को भी देख सकते हैं, എക്സോഡസിൽ നിങ്ങൾക്ക് ഫാദറിനെ കാണാം, ഹോളി സ്പിരിറ്റിനെ കാണാം. निर्गमन में पिता है, पवित्र आत्मा भी है. ഓ, എത്ര ഡെപ്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുമോ അത്ര ഡെപ്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. हम जितनी गहराई पवित्र आत्मा की प्राप्त करेंगे, वचन की गहराई उतनी ज्यादा हम में आती चली जाएगी. ഓ, റിസീവ് ചെയ്തേ, റിസീവ് ചെയ്തേ, റിസീവ് ചെയ്തേ. प्राप्त करिएगा. ये വേർഡിന്റെ जो പവറിനെ റിസീവ് ചെയ്തേ. रिसीव करें, प्राप्त करें. അടുത്തത് 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 ലാസ്റ്റ് വേർഡ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷകളിൽ കൂടെ വെളിപ്പെടേണ്ടിയവരെ ഒക്കെ കർത്താവ് ഇതുവരെ സൗഖ്യമാക്കിയിട്ടില്ല. और सुनिएगा, जब आप पवित्र आत्मा से भर जाओगे तो ध्यान से सुनिएगा, अभी तक वो लोग चंगे नहीं हुए हैं जिन्हें आपकी सेवकाई के द्वारा चंगाई पानी है. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ വർഷങ്ങളായിട്ടിരുന്ന ആ മുടന്തനെ യേശു എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? सुंदर नामक फाटक पर बैठे हुए उस लंगड़े व्यक्ति को यीशु ने पता नहीं कितनी ही बार देखा होगा. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? कितनी बार देखा होगा. എന്താ യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കാഞ്ഞേ? यीशु ने उसे चंगा क्यों नहीं किया? നിങ്ങളിൽ കൂടെ സൗഖ്യമാകേണ്ടിയ വ്യക്തികൾ പലരും യേശു സൗഖ്യമാക്കിയിട്ടില്ല. അത് നിങ്ങളിൽ കൂടെയാ സൗഖ്യമാക്കേണ്ടത്. आपके द्वारा जिन्हें चंगाई मिलनी है, उन्हें अभी तक किसी और ने चंगाई नहीं दी है, वो आपके द्वारा चंगाई पाएंगे. നിങ്ങളിൽ കൂടെ ആ ശക്തി വെളിപ്പെടാതെ അവർ എഴുന്നേൽക്കത്തുമില്ല. आपके द्वारा जब तक शक्ति प्रकट नहीं होगी, वो व्यक्ति वहीं पर बैठा रहेगा, खड़ा नहीं होगा. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? समझ में आ रही है मेरी बातें आपको? യേശു മുടന്തനെ എത്ര വട്ടം ആ പള്ളിയിൽ വെച്ച് കണ്ടു കാണും? यीशु मसीह ने उस लंगड़े को कितनी बार देखा होगा उस गिरजाघर में. എന്നിട്ട് എന്താ യേശു കർത്താവ് സൗഖ്യമാക്കാഞ്ഞേ? लेकिन यीशु मसीह ने क्यों नहीं किया उसे चंगा? കർത്താവ് പറയുന്നുണ്ടായിരിക്കും, എന്റെ പിള്ളേർ വരുന്നുണ്ട്. पता है यीशु उसको देखकर क्या कहता रहा होगा? सुनो, मेरे बच्चे आ रहे हैं. ഈ സൂം മീറ്റിംഗിൽ കാണുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറയുക, എന്റെ പിള്ളേർ വരുന്നുണ്ട്. आपको जो जूम पर बैठे हुए आपको देखकर यीशु कईयों को कह रहा है, आ रहे हैं मेरे वाले, मेरे बच्चे आ रहे हैं. നിങ്ങൾ കർത്താവിന് തൊടാനുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഗ്രാമത്തിലുണ്ട്, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളുണ്ട്. आपके गांव में, आपके इलाके में कितने ही अनगिनत लोग हैं जो आपके स्पर्श की इंतजार कर रहे हैं. നിങ്ങളിലൂടെ വിടുവിക്കപ്പെടേണ്ടിയവർ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. आपके द्वारा जिन्हें छुटकारा मिलेगा, वे आपका वेट कर रहे हैं, आपकी इंतजार में है. നിങ്ങൾ ലേറ്റ് ആകും തോറും അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. आप जितना लेट होते हैं, जितनी देरी करते हैं, उनकी वहां पर दुविधा बढ़ती जाती है. മോശേ, നിന്റെ മീതെ പകർന്ന അഭിഷേകം മതി 30 ലക്ഷം പേരുടെ ബന്ധനം പൊട്ടാൻ. मूसा, तेरे ऊपर जो अभिषेक आया है ना, वो काफी है. 30 लाख के बंधनों को वो तोड़ सकता है. ഒരു വ്യക്തിയുടെ മീതെ പകർന്ന അഭിഷേകം നിമിത്തം एक व्यक्ति पर अभिषेक जब उतरा, 30 ലക്ഷം പേരുടെ ബന്ധനം പൊട്ടി. 30 लाख लोगों के बंधन खुल गए. പഴയ നിയമത്തിൽ അത് സിംബോളിക് ആണെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ എത്ര റിയൽ ആയിട്ട് സംഭവിക്കണം? पुराने नियम में वो केवल प्रतीक था. यदि ऐसा है तो नए नियम में कितना सच्चा, कितना असली तरीके से वो होगा. People is waiting for you to get delivered. അവർ ഡെലിവർ ആകാനുള്ള ആൾക്കാര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. छुटकारा पाने के लिए
आपकी लोग इंतजार कर रहे हैं। ഇന്ന് രാത്രിയിൽ സ്വീകരിച്ച ഹോളി സ്പിരിറ്റ് എബിലിറ്റി, എഫിഷ്യൻസി, മൈറ്റ്. स्वीकार करें, आज रात को स्वीकार करें पवित्र आत्मा की योग्यता, सक्षमता, शक्ति। മൈറ്റി നെയിം, മൈറ്റി നെയിം, മൈറ്റി നെയിം, മൈറ്റി നെയിം. സ്വീകരിച്ച് സ്വീകരിച്ച് സ്വീകരിച്ച്. स्वीकार करें वो सामर्थी नाम, स्वीकार करें। Cleanse with his precious blood. യേശുവിന്റെ തിരുരക്തത്തിൽ ശുദ്ധീകരിക്കപ്പെടുക. यीशु के पवित्र लहू से शुद्ध हो जाओ। യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെടുക. यीशु के पवित्र लहू से शुद्ध हो जाओ। ശുദ്ധീകരണത്തിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. शुद्धिकरण के द्वारा पवित्र आत्मा की शक्ति आपके ऊपर come on people, talk to him. ദൈവത്തോട് സംസാരിച്ചേ, ദൈവത്തോട് സംസാരിച്ചേ. परमेश्वर से बातचीत करना शुरू करें। ഒരിക്കലും മറക്കരുത്, എബിലിറ്റി, എഫിഷ്യൻസി, മൈറ്റ്. ക്രിസ്തീയ ജീവിതം ശക്തിയുള്ള ജീവിതമാണ്, എഫിഷ്യൻസി ഉള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം നിങ്ങളുടെ ലൈഫിൽ തോൽവി, പരാജയങ്ങളൊന്നും സാരമില്ല. പരിശുദ്ധാത്മാവിന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് എബിലിറ്റി ദൈവം തരും, എബിലിറ്റീസ് ദൈവം തരും. हमेशा ध्यान रखिएगा, इन 3 शब्दों को याद रखिएगा। योग्यता, पवित्र आत्मा आपको देगा। हारे पड़े बात नहीं, आज गलती हुई है कोई बात नहीं, पवित्र आत्मा आपको योग्यता देगा, पवित्र आत्मा आपको सक्षमता और बल देगा। Come on, unmute ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹസ്തര പ്രഭു ഷഡദരദരദ ആംധുരാരാബോ ശിഖേലെ ബെരെ അൻഡേരേരിയ ലേബോറോ സോകോറോ ബോ സുഖോറ la dura mal kere diante mana sekele ber kananate deboshi hadara. Ability തരട്ടെ, സുസൂക്ഷയിൽ എബിലിറ്റി തരട്ടെ, എഫിഷ്യൻസി തരട്ടെ, മൈറ്റ് തരട്ടെ. ദൈവം നിങ്ങളെ ഇറങ്ങട്ടെ. യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. ജീസസ് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. Start with your own people. Start with your own people. Start with your own people. Lamana samana kamana karaga. Oh, thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. അഭിഷേകത്തിന്റെ അഗ്നി ഇവരുടെ മേൽ പകരണം, ഞങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ അഗ്നി ഞങ്ങളുടെ മീത പകരണം, ഞങ്ങളുടെ മക്കളുടെ മീത പകരണമേ, മക്കളുടെ മീത പകരണമേ. അഭിഷേകത്തിന്റെ അഗ്നിയെ പകരണമേ, അഭിഷേകത്തിന്റെ അഗ്നിയെ പകരണമേ, അഭിഷേകത്തിന്റെ അഗ്നി പകരണമേ. Thank you Holy Spirit. Ability, efficiency, might. ദൈവത്തോട് ചോദിക്കുന്നത് ability, efficiency, might. मैंने कभी भी 11 नंबर का എല്ലാ ഇരുളിന്റെ ശക്തികളും തകരട്ടെ, पहली बार मंगा रहा हूँ। രക്തത്തിന്റെ ശക്തി ജയിക്കട്ടെ. ഒരു കൂട്ടം ആത്മാക്കളെ പിടിക്കാനുള്ള ദൈവ കരുത്ത് നൽകണമേ, ദൈവ ബലം നൽകണമേ. ഈ രാത്രി ഞങ്ങൾ ബ്ലസ് ചെയ്തു, ജോയിൻ ചെയ്യുന്ന സകലവരെ ബ്ലസ് ചെയ്തു, ബ്ലസ് ചെയ്തു, ബ്ലസ് ചെയ്തു, ബ്ലസ് ചെയ്തു, ബ്ലസ് ചെയ്തു. ഓരോ വ്യക്തികളെ ഞങ്ങൾ കരങ്ങളെ ഉയർത്തി ബ്ലസ് ചെയ്തു. യേശുവ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യും, പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. Receive, receive, receive the
Holy Spirit. Receive the power of the Holy Spirit. Receive the person of the Holy Spirit. Receive the Holy Spirit. കർത്താവേ നന്ദി. സാന്നിധ്യത്തെ പൂർണ്ണമായ അടിയനും സ്വീകരിക്കുന്നു. ഫുൾ പൂർണ്ണതയിൽ അടിയൻ സ്വീകരിക്കുന്നു. ഇരുളിന്റെ ശക്തികളെല്ലാം തകരട്ടെ. സ്പിരിറ്റ് ഓഫ് ജലസി തകരട്ടെ. സ്പിരിറ്റ് ഓഫ് ജലസി തകരട്ടെ. അതിനെ Oh, we receive the power of the Holy Spirit. Thank you, 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 Holy Spirit. Oh, Jesus. Thank you, Jesus. നമുക്ക് പ്രാർത്ഥിക്കാം, 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 പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. हम में से हर एक की मदद कर प्रभु. ഓ, ഇന്നത്തെ മീറ്റിംഗിനെ ബ്ലെസ് ചെയ്യുന്നപ്പാ. आज की इस मीटिंग में हम आपकी आशीष बोलते हैं. സഭയത്തിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്നു. यहाँ पर जुड़े हुए हर एक को हम अपने हाथ उठाकर आशीष देते हैं. സ്വർഗത്തിലെ അപ്പച്ചൻ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ തിരുനാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. हे प्रभु, जैसे आपने अपना हाथ उठाकर आशीष दी, हम भी यीशु के पवित्र नाम में आशीष देते हैं. സുരക്ഷ ഇവരുടെ മേൽ റിലീസ് ചെയ്യുന്നു. स्वर्ग की सुरक्षा हम आप पर मांगते हैं. മക്കൾ ബ്ലെസ്ഡ് ആകട്ടെ. आपके बच्चे धन्य हो जाएं. പരിശുദ്ധാത്മാവാം ദൈവമേ, ഇവരെ ഈ തലമുറയിൽ ശക്തിയോടെ ഈ തലമുറയിൽ അവരെ ഉപയോഗിച്ചാട്ടെ. हे पवित्र आत्मा परमेश्वर, इस पूरी पीढ़ी का शक्ति के साथ उपयोग कर. അടിയങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ 1000 മടങ്ങുകളായി ഇവരെ ഉപയോഗിച്ചാട്ടെ. हमें जैसे आप उपयोग कर रहे हैं, उससे हजारों गुना ज्यादा इनका उपयोग പൂർണ്ണതയിൽ ഇവരെ ഉപയോഗിച്ചാട്ടെ. ഇന്നുവരെയും ആരും കണ്ടിട്ടില്ലാത്ത അളവിൽ, ലോകം കണ്ടിട്ടില്ലാത്ത അളവിൽ ഈ അന്ത്യകാലത്ത് ഇവരെ ഉപയോഗിച്ചാട്ടെ കർത്താവേ. ऐसे तरीके से, ऐसे माप पर उनका उपयोग कर जो आज तक दुनिया ने नहीं देखा प्रभु. എബിലിറ്റി, എഫിഷ്യൻസി, മൈറ്റ് ഇവരുടെ മീതെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. हम इनके ऊपर योग्यता, सक्षमता और बल भेजकर प्रार्थना करते हैं. അതിനെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ എനേബിൾ ചെയ്യുന്നു. हम यीशु के नाम में इन सारी बातों को इन पर शुरू कर देते हैं. പരിശുദ്ധാത്മാവായിട്ടൊരു വലിയ ബന്ധത്തിൽ ജീവിതം മൊത്തം നടപ്പാൻ, നിത്യത വരെ നടപ്പാൻ ഞങ്ങളെ സഹായിച്ചോട്ടെ. पवित्र आत्मा के संबंध में, उसी के रिश्ते में जिंदगी भर जीने की हम सबों को हमें मदद. മഹത്വം എല്ലാം അങ്ങേക്ക്. हम सारी महिमा हम आपको देते हैं. യേശുവിൻ നാമത്തിൽ പിതാവേ. यीशु के नाम में मांगते हैं पिता. ആമേൻ, ആമേൻ, ആമേൻ. Thank you ജോൺസൺ പാസ്റ്റർ. Thank you ബിജു പാസ്റ്റർ. Thank you all. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. आपको आशीष दे. Thank you, Pastor. Wonderful message you have given. Thank you. Praise the Lord. Praise the Lord, Pastor Roy Matthew. Thank you so much for the wonderful message. और आपका जो अच्छा संदेश के लिए बहुत बहुत धन्यवाद, और वचन के जो बहुत गहराई में आप हमें लेके गए, बहुत बहुत धन्यवाद. वो आप कोशिश करें. और पास्टर जॉनसन जी, आपको भी धन्यवाद करना चाहूंगा कि आप बहुत अच्छा ट्रांसलेशन अनुवाद किया है. अभी मुझे मालूम है आप अपने घर तक नहीं पहुंचे हैं, बीच रास्ता में रुक करके किसी के घर में जा करके वो हमारे लिए यहाँ पर मीटिंग में शामिल हुए हैं. आपका जो कष्ट उठाने का मन हम आदर करते हैं. थैंक यू सो मच पास्टर जी. प्रभु आपको आशीष करें. और सिस्टर साक्षी, शक्ति जी, आप धन्यवाद. और बाकी जितने भी लोग ज्वाइन किए, आप सभी को धन्यवाद. प्रभु आप सबको आशीष करें. और कल इसी समय पर हम वापस मिलेंगे. और
परमेश्वर के वचन का और गहराई मैं आज भी सोच रहा, जैसे परमेश्वर के दास से मैं भी सुन रहा था, तो मैंने सोचा कि जितना एक व्यक्ति बता सकता है उतना और भी लोग बताएंगे, जितने भी लोग बताएं कभी खत्म नहीं होगा। अगर आपको भी टाइम दे आप भी बताएंगे पवित्र आत्मा के बारे में, फिर भी खत्म नहीं होंगे। तो आप आपसे मेरा एक निवेदन है, आप लोग सेल्फ स्टडी करें, पवित्र आत्मा के बारे में वचन पढ़े प्रार्थना के साथ, और रेवलेशन आपको मिलेगा। और ताकि जो रेवलेशन आपको मिलेगा जब आप उसको लोगों को बताएंगे तो लोगों के जीवन में उसका प्रभाव पड़ेगा। तो आप व्यक्तिगत रूप में ये इसी में सीमित मत रखना कि हाँ ठीक है, 2-3 लोग आ गया आपको सिखाया, उसमें सीमित नहीं रहना। आपको वचन के गहराई में खुद जाना है और खुद सीखना है। वो आपका जीवन में और काम करेंगे। जितना अभी आपने सुनकर जो आपका जीवन के अंदर प्रभाव आया, जो खुद पढ़ रिसीव करोगे, वो ज्यादा काम करेंगे, ज्यादा बदलाव को लेके आएंगे आपका लाइफ में। ये एक मिस्ट्री है, तो इसलिए सब लोग बाइबल में घुसे, उसके अंदर गहराई में जाएं और पवित्र आत्मा की बातों को ज्यादा सीखें। तो आप सब कोशिश करें, और कल हम वापस मिलेंगे, तब तक प्रभु आपको सुरक्षित रखें। आइए छोटे से प्रार्थना के साथ हम समाप्त करेंगे। खुदावंद, फिर से हम आपके चरणों में आते हैं आज के दिन के लिए, और हम आपको धन्यवाद करते हैं। परमेश्वर के दासों को प्रभु आपने इस्तेमाल किया आज के वचन को बताने के लिए और अनुवाद करने के लिए। प्रभु जी, बहुत खूबसूरत वचन आज हमारे सामने लेकर आया। हम प्रार्थना करते हैं जैसे परमेश्वर के दास ने बताया, प्रभु जी हमारे अंदर एबिलिटी आने पाए, हमारे अंदर क्षमता आने पाए, हम निपुण होने पाए और सामर्थ्य हमारे अंदर कार्य करने पाए, जिसके द्वारा हम जिस काम के लिए प्रभु ने हमें खड़ा कर दिया वही काम हम करने वाला होने पाए। आपके हाथों में समर्पित करता हूँ प्रभु जी। और जितने भी लोग हम यहाँ पर शामिल है, और जितने भी लोगों ने इस वचन को सुना है, ये वचन हमारे जीवन में कार्य करने पाए प्रभु जी। कोई भी वचन जो आज हमारे दिल की जो जमीन पर बोया गया है, वो प्रभु जी खाली जाने ना दे। आपके हाथों में समर्पित करता हूँ, और जितने भी लोग ज्वाइन किए हैं सबके ऊपर आशीष कहता हूँ प्रभु जी। व्यक्तिगत जीवन के अंदर, उनके सेवकाई के अंदर, उनके पारिवारिक जीवन के अंदर पवित्र आत्मा को उपस्थिति को महसूस करने के लिए, अनुभव करने के लिए मदद करे, और गहरा रिश्ता में और नजदीक रिश्ता में तो जी पवित्र आत्मा के साथ चलने के लिए हमें सिखा दे। आपके हाथों में समर्पित मिलकर मांगते हैं, सुन और कबूल कर स्वर्गीय पिता। आमेन, आमेन, आमेन। सभी को फिर से जय मसीह की, और थैंक यू फॉर ज्वाइनिंग। और कल वापस हम इसी समय पर मिलेंगे, तो वो आपको आशीष करें। गॉड ब्लेस यू, गुड नाइट।